വന്യമൃഗശല്യം രൂക്ഷമായതോടെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയതിനു പിന്നാലെയാണ് അമിക്കസ് ക്യൂറി ജില്ലയിലെത്തി സന്ദർശനം നടത്തിയത്. കല്ലേലി, കടിയാർ, കുളത്തുമൺ തുടങ്ങിയ പ്രദേശങ്ങളാണ് സന്ദർശിച്ചത്. വനാതിർത്തികളിൽ നിന്ന് മൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ ഇടപെടലുണ്ടാകണമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും സംഘത്തോട് ആവശ്യപ്പെട്ടു. ദിവസവും വൈകുന്നേരവും ഒരു 9 മണി കഴിയുമ്പോൾ ആന ഇറങ്ങുന്നുണ്ട്. രാത്രി മനുഷ്യന് കിടന്നിറങ്ങാക്കത്തില്ല, കുഞ്ഞുങ്ങൾക്ക് കിടന്നിറങ്ങാക്കത്തില്ല. പടക്കം 4 കൊല്ലം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നനങ്ങാതെ മാറി നിൽക്കുക. എൻ്റെ അയ്യത്ത് തന്നെ വന്ന് ഒരു 10-30 കവുകും 2 തെങ്ങും അടിച്ചു കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ അയ്യത്തിറങ്ങി രാവിലെ 8:30 റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ വന്നു. നാട്ടുകാരെല്ലാം കൂടെ കൂടി വായും വെച്ച് ഞാനും കൂടെ ചിരട്ടയെല്ലാം കൂടി തട്ടി, അതുകൊണ്ടത് ഞാൻ രക്ഷപ്പെട്ടു. വലിയ ശല്യമായിട്ട് വന്നിരിക്കുക. ഈ ജനങ്ങൾക്ക് പൊറുതി മുട്ടിയിരിക്കുക ആനയും കൊണ്ട്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഹൈക്കോടതി നിയോഗിച്ച സംഘത്തെ ജനങ്ങൾ ബോധ്യപ്പെടുത്തി. കോടതിയുടെ ഇടപെടലിൽ ഞങ്ങൾക്ക് എന്തുവേലും കോടതി മുഖാന്തരം ഞങ്ങൾക്ക് ഇതിനൊരു പഞ്ചായത്ത് മുഖേന അവരെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടു തരുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അമിക്കസ് ക്യൂറി വന്ന പുള്ളിക്കാരോട് ഞങ്ങളുടെ ഈ സങ്കടങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. കടുവയും ആനയും പുലിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ നിത്യേന എത്തുന്നു. കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യത്തെ തുടർന്ന് ജനകീയ സമിതി രൂപീകരിച്ച 2 വർഷം മുൻപായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്.